എൻ്റെ പേര് അമൃത. ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത്. 2023 ഏപ്രിൽ മാസമായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വിദേശത്തൊരു ജോലി നേടുക എന്നുള്ളത്. അപ്പോൾ കോഴ്സ് കഴിയുമ്പോൾ തന്നെ OET എന്നുള്ള ലാംഗ്വേജ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സുഹൃത്തുക്കൾ വഴി ഞാൻ കൃപാസന മാതാവിനെ പറ്റി ധാരാളം കേട്ടിരുന്നു. അങ്ങനെ ഞാൻ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് OET എന്ന് പറയുന്നത് വലിയൊരു കടമ്പയായിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ OET ക്ലാസ്സിന് അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോയി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി തയ്യാറെടുത്തു. അതിനുശേഷം ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് പോന്നു. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥന ചൊല്ലുകയും പത്രം വിതരണം ചെയ്യുകയും എന്നെക്കൊണ്ടാവുന്ന പോലത്തെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുകയും ചെയ്തിരുന്നു. പഠിക്കുന്ന സമയം കുറഞ്ഞാലും എൻ്റെ പ്രാർത്ഥനയിലും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കുമുള്ള സമയം കുറയാതെ ഞാൻ കൂടുതലും ശ്രദ്ധിച്ചു. ഞാൻ വളരെയധികം ടെൻഷനുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാം അടുക്കുന്ന സമയത്തെല്ലാം എനിക്ക് വളരെയധികം ടെൻഷനായിരുന്നു. അപ്പോൾ അവിടെ അടുത്തൊരു ദിവസം പള്ളിയിൽ ആരാധനയ്ക്ക് പോയപ്പോൾ ഇങ്ങനെ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞു, ദൈവം എന്തേ വൈകുന്നതെന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ദൈവം ഒരിക്കലും വൈകില്ല, നേരത്തെ ആകില്ല. ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടുമെന്ന്. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവമേ, എൻ്റെ സമയം ഇപ്പോൾ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇനി എക്സാം എഴുതുമ്പം എനിക്ക് കിട്ടാതെ വരുമോ എന്നോർത്ത് ഞാൻ ടെൻഷൻ അടിച്ചു. പിന്നെ ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു, കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ഈശോ സമയമായില്ല എന്ന് പറഞ്ഞിട്ട് പോലും മാതാവ് പറഞ്ഞപ്പോൾ ആ കാര്യം ഈശോ അവിടെ സാധിച്ചു കൊടുത്തതാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എൻ്റെ സമയമായിട്ടില്ലെങ്കിലും ഈ കാര്യത്തിൽ നീ ഇടപെട്ട് എൻ്റെ കാര്യം പെട്ടെന്നൊന്ന് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എക്സാം അടുക്കും തോറും എനിക്ക് വളരെയധികം ടെൻഷനായിരുന്നു. എക്സാമിൻ്റെ തലേദിവസം മുഴുവൻ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. എക്സാമിൻ്റെ അന്ന് രാവിലെ ഉടമ്പടി തൈലം നെറ്റിയിലും ചെവിയിലും തൊണ്ടയിലും ഞാൻ കുരിശ് വരച്ചു അതുപയോഗിച്ച്. അതിനുശേഷം സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്, എക്സാമിന് പോകുമ്പോൾ പലരും ഒരു പേപ്പറിൽ ഉപ്പ് പൊതിഞ്ഞ് കൊണ്ടുപോവുകയും അവിടെ ഇട്ട് വിശ്വാസപ്രമാണം ചൊല്ലുകയും ചെയ്യുന്നതായിട്ട് കേട്ടിരുന്നു. ഞാനും അതുപോലെ തന്നെ ഒരു പേപ്പറിൽ കുറച്ച് ഉപ്പെടുത്ത് പൊതിഞ്ഞ് കൊണ്ടുപോയി. ഉടമ്പടി കാശുരൂപം എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. അങ്ങനെ എക്സാം സെൻറ്ററിലേക്ക് ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ ആരും ചവിട്ടാത്ത ഒരു സ്ഥലം നോക്കി ഞാൻ ആ ഉപ്പ് അവിടെ വിതറി വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട്. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇനിയും വീണ്ടും എക്സാം സെൻറ്ററുകൾ കയറാനുള്ളൊരു അവസ്ഥ എനിക്ക് വരരുത്. കാരണം ഒരുപാട് പേര് 10ഉം 12ഉം തവണ എഴുതുന്നത് ഞാൻ പല സൈഡുകളിൽ നിന്നും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഒരു ഭയമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇനി ഇങ്ങനെ എക്സാം സെൻറ്റർ ഈ ഒരു എക്സാമിന് വേണ്ടി കയറാനായിട്ട് എനിക്ക് ഇട വരുത്തരുതേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. വളരെയധികം ടെൻഷൻ വന്നു കഴിയുമ്പോൾ എനിക്ക് നന്നായിട്ട് വിറവലൊക്കെ വരുമായിരുന്നു. അപ്പോൾ എക്സാമിന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം അതുപോലെ തന്നെ വചനങ്ങൾ മനസ്സിൽ തുടർച്ചയായി ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ പയ്യെ ഞാൻ എൻ്റെ ടെൻഷനൊക്കെ കുറഞ്ഞു. എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഓരോ മോഡ്യൂൾ കഴിയുമ്പോഴും 4 മോഡ്യൂളാണുള്ളത്. ഓരോ മോഡ്യൂൾ കഴിയുമ്പോഴും ഞാൻ ആ കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. എക്സാമിന് സ്പീക്കിങ്ങിനാണെങ്കിൽ ഞാൻ വളരെ നന്നായി ചെയ്തുകൊണ്ടിരുന്നൊരു മോഡ്യൂളായിരുന്നെങ്കിലും എനിക്ക് ഉദ്ദേശിച്ച പോലെ അതിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല. എക്സാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ടെൻഷനായി. കാരണം റീഡിങ്ങിലൊക്കെ ഞാൻ എന്താ ആൻസർ ചെയ്തതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ അമ്മേ മാതാവേ, അമ്മ വേണം ഇതിന് ആൻസർ ചെയ്യാൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് മാതാവ് അടുത്ത് നിന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷേ ഇത് മാർക്ക് ചെയ്യുന്ന എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. അങ്ങനെ ഞാനെല്ലാം ആൻസർ ചെയ്തു. അതിനുശേഷം എക്സാം കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ 2 ആഴ്ച വരും റിസൾട്ട് വരാനായിട്ട്. അപ്പോൾ 2 ആഴ്ച ഞാൻ മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കുമ്പോൾ മമ്മി എന്നോട് ചോദിക്കും, നീ പ്രാർത്ഥിക്കുന്നില്ല, പിന്നെ എന്തിനാണ് നീ ടെൻഷൻ അടിക്കുന്നത്? വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, എനിക്ക് എന്തായാലും ഞാൻ പാസ്സാകുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു തിങ്കളാഴ്ച OETയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ എക്സാം എഴുതിയ കുറേ പേരുടെ റിസൾട്ട് തിങ്കളാഴ്ച തന്നെ വന്നു. ഞങ്ങൾ കുറച്ച് പേരുടെ മാത്രം തിങ്കളാഴ്ച വന്നില്ല. ഞങ്ങൾ രാവിലെ തൊട്ട് എല്ലാവരും കാത്തിരിക്കുന്നു, റിസൾട്ട് വരുന്നില്ല. ഭയങ്കരമായിട്ട് ടെൻഷൻ കൂടുന്നു. അന്ന് മുഴുവൻ
ധ്യാനം കൂടിയും ആരാധന കൂടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ആയിട്ടും റിസൾട്ട് വന്നില്ല. ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ, ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത്, ഹോസ്റ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നു, കൃപാസനത്തിലേക്ക് വന്നു. ഇവിടെ വന്ന് കുർബാന കഴിഞ്ഞ് ഉടനെ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പം റിസൾട്ട് വന്നതായിട്ട് നോട്ടിഫിക്കേഷൻ കണ്ടു. അത് ഓപ്പൺ ചെയ്യാനുള്ള ധൈര്യം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് അത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നല്ല വിജയം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എല്ലാ മോഡ്യൂളിനും ആഗ്രഹിച്ചതിലേറെ മാർക്ക് നൽകി. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള മോഡ്യൂളിനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നൽകി മാതാവ് അനുഗ്രഹിച്ചത്. നല്ലൊരു വിജയം നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ മമ്മിക്ക് ലഭിച്ച രോഗസൗഖ്യമാണ്. 12 വർഷം മുന്നേ എൻ്റെ പപ്പ മരിക്കുന്ന സമയത്ത് മമ്മിക്കൊരു നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ECGയിൽ വ്യത്യാസമുണ്ടെന്ന് അന്ന് പറഞ്ഞിരുന്നു. എന്നാലും ചികിത്സയുടെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് വർഷങ്ങൾ അങ്ങനെ കുഴപ്പമില്ലാതെ കടന്നുപോയി. അതിനുശേഷം മമ്മി വിദേശത്തേക്ക് ജോലിക്കായി പോവുകയുണ്ടായി. അത് കഴിഞ്ഞ് ഓരോ ലീവിന് വരുമ്പോഴും മെഡിക്കൽ ചെക്കപ്പ് നടത്തും. അങ്ങനെ 2023 വന്ന് മെഡിക്കൽ ചെക്കപ്പ് നടത്തിയപ്പോൾ മമ്മിക്ക് ഒരു തവണ അറ്റാക്ക് വന്നതായിട്ട് അതിനകത്ത് കാണിച്ചു. അപ്പോൾ ECG, എക്കോ, TMT ഈ ടെസ്റ്റിലെല്ലാം കാണിച്ചത് മമ്മിക്ക് ഹൃദയത്തിന് കാര്യമായ പ്രശ്നമുണ്ട്, ബ്ലോക്ക് ഉണ്ടെന്നായിരുന്നു. അപ്പം ഞാൻ ആൻജിയോഗ്രാം വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവ്, എനിക്ക് പപ്പയില്ല, മമ്മി മാത്രമേ ഉള്ളൂ, മമ്മിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവരുത്, ആൻജിയോഗ്രാം ചെയ്താലും ബ്ലോക്കൊന്നും ഉണ്ടാവരുത്, ഒരു കുഴപ്പവും ഇല്ലയെന്ന് വേണം റിസൾട്ട് കിട്ടാനായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആൻജിയോഗ്രാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം വെച്ച് ഞാൻ ഹൃദയഭാഗത്ത് കുരിശ് വരച്ചിട്ടാണ് മമ്മീനെ ആൻജിയോഗ്രാമിനായിട്ട് ഷിഫ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ശരിക്കും ഡോക്ടേഴ്സ് തന്നെ ഡൗട്ടായിപ്പോയി. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ബാക്കിയുള്ള ടെസ്റ്റുകളിലെല്ലാം കാർഡിയാക്കിന് ഹൃദയത്തിന് പ്രശ്നമുണ്ടെന്ന് കാണിച്ചത്. പക്ഷേ അതിൽ ബ്ലോക്കൊന്നും കണ്ടെത്താനായില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ CT ആൻജിയോഗ്രാം എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കാം, ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഹൃദയത്തിന് പ്രശ്നം കാണിക്കുന്നതെന്ന് അറിയാം എന്ന് പറഞ്ഞ് ആ ടെസ്റ്റും ചെയ്തു. അതിലും ഒരു കുഴപ്പവും കണ്ടില്ല. ഇപ്പോൾ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല, ഒരു കുഴപ്പമില്ലാതെ മമ്മി മുന്നോട്ട് പോകുന്നു. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിക്ക് ലഭിച്ച വിജയമാണ്. ചേച്ചി നേഴ്സായിരുന്നു. ഞാൻ OET എക്സാം എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്താണ് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഉടമ്പടിയിലെയും ഒരു നിയോഗം തന്നെയായിരുന്നു ചേച്ചിയും OET എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ചേച്ചി ഉടമ്പടി എടുത്ത ഉടനെ എൻ്റെ റിസൾട്ട് വരാൻ സമയമായപ്പോൾ ചേച്ചി പറഞ്ഞു, നിനക്ക് നല്ലൊരു അനുഗ്രഹം ലഭിച്ചാൽ അതെനിക്ക് ഒന്നുകൂടി പ്രചോദനമാകും. അപ്പം നിനക്ക് നല്ലൊരു അത്ഭുതം ലഭിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്ന് ചേച്ചി പറഞ്ഞു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ചേച്ചിക്ക് അത് വീണ്ടും പ്രചോദനമായി. ചേച്ചി നന്നായി പ്രാർത്ഥിച്ച് എക്സാം അറ്റൻഡ് ചെയ്ത് ചേച്ചിക്കും നല്ലൊരു വിജയം നൽകി ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിലെ ആൻറ്റി എപ്പോഴും റൂമിൽ വരുമ്പോൾ എൻ്റെ മാതാവിൻ്റെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ പറയും, നീ മാതാവിൻ്റെ കുട്ടിയാണ്, ഞാൻ എപ്പോഴും മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കാറുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. ആൻറ്റിക്ക് 39 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൻറ്റിക്ക് വയറിൻ്റെ സൈഡിലിടയ്ക്ക് വേദന ഉണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റിക്ക് വളരെയധികം ടെൻഷനായി, കാരണം അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൻറ്റി വളരെയധികം വിഷമിച്ച് വന്ന് അവിടെ ഇരുന്നപ്പോൾ എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ മാതാവിനെ പറ്റി കൂടുതൽ ആൻറ്റിക്ക് പറഞ്ഞു കൊടുത്തു. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി ഈശോയ്ക്ക് ഈ മുഴ മാറ്റിക്കളയാനോ അല്ലെങ്കിൽ ഇതിന് ഒരു കുഴപ്പമില്ലാത്ത മുഴയാക്കി മാറ്റാനോ ഒരു ബുദ്ധിമുട്ടുമില്ല, ആൻറ്റി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം വെച്ച് ആൻറ്റിക്ക് കുരിശ് വരച്ച് കൊടുക്കുകയും അതുപോലെ ഓൺലൈനിൽ അപ്പം തന്നെ ഉടമ്പടി എടുത്ത് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് തന്നെ ആൻറ്റിക്കൊരു CT സ്കാൻ ഉണ്ടായിരുന്നു. CT സ്കാൻ ചെയ്തപ്പോൾ അത് ക്യാൻസറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടമുള്ള ഒരു മുഴയല്ല എന്ന് തെളിഞ്ഞു. അങ്ങനെ അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു ഈ രോഗസൗഖ്യങ്ങൾ. അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. എനിക്ക് OET എക്സാം പാസ്സായെങ്കിലും ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നാളുകളായിട്ട് UK വന്ന ചില നിയമങ്ങളിലുള്ള വ്യത്യാസം മൂലം ഇൻ്റർവ്യൂ ഒക്കെ വളരെ കുറവായിരുന്നു. ഞാൻ ജോലിക്ക് കയറി കുറേ നാൾ കാത്തിരുന്നിട്ടും ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ജൂണിൽ ആകെ ഒരു ഇൻ്റർവ്യൂ വന്നത് നോർക്ക വഴിയുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അതിൽ
ഒരുപാട് പേര് OET പാസ്സായി നിൽക്കുന്നതുകൊണ്ട് ഒരു 6000-ഓളം എങ്കിലും എൻട്രി വന്നിരുന്നു. അതിൽ നിന്ന് ഒരു 800-ഓളം പേരെയാണ് അവർ വിളിച്ചത് അതിൽ ഉൾപ്പെടുവാനും. അതിനുശേഷം അതിൽ നിന്നും 150 പേരെയാണ് അവർ സെലക്ട് ചെയ്തത്. അപ്പം ഇത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുക എന്നത്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് ഒരാളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള അത്രയ്ക്ക് ആത്മധൈര്യം അല്ലെങ്കിൽ കോൺഫിഡൻസും ഒക്കെ കുറവാണ്. അമ്മ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. തലേദിവസമാണെങ്കിൽ പനിയൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോയപ്പോൾ അവിടെ തലകറങ്ങി വീഴുകയും കൂടി ചെയ്തപ്പോൾ ഉള്ള ധൈര്യവും കൂടി പോയി. എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ച് നെറ്റിയിൽ കുരിശ് വരച്ചതിന് ശേഷം ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തു. അതിൽ സെലക്ട് ആവാൻ സാധിച്ചു. അങ്ങനെ അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ജൂൺ മാസമാണിത്, അപ്പോൾ ഒരു 4 മാസം, സെപ്റ്റംബർ മാസം മാതാവിൻ്റെ മാസമാണ്, ആ മാസം തന്നെ എനിക്ക് കയറിപ്പോകാനായിട്ട് സാധിക്കണമെന്ന് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കറക്റ്റ് സെപ്റ്റംബറിൽ തന്നെ, സെപ്റ്റംബർ 26-നാണ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അന്നത്തെ ദിവസം ഞാൻ ജോലിക്കായിട്ട് പോവുകയാണ്. അപ്പോൾ അനവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ ഉടമ്പടി മൂലം എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടി. ഞാൻ വൃദ്ധസദനത്തിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിനും അതുപോലെ അവിടുത്തെ അമ്മമാർക്ക് ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനും, അവർക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരുപാട് അമ്മമാർ വൃദ്ധസദനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനും അവരുടെ ബാക്കിയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സഹായിക്കാനുമായിട്ട് ഞാൻ പോകാറുണ്ടായിരുന്നു. അതുകൂടാതെ ചികിത്സാ സഹായമായിട്ട് ചെറിയ തുകകളൊക്കെ ആവശ്യമുള്ളവർക്ക് നൽകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പത്രം വിതരണം ചെയ്യാൻ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം നമ്മൾ പത്രമൊക്കെ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് എല്ലാവരും റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു പേടിയായിരുന്നു. അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പത്രങ്ങളൊക്കെ വിതരണം ചെയ്തിരുന്നത്. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും എനിക്ക് എപ്പോൾ ടെൻഷൻ വന്നാലും, എനിക്ക് ടെൻഷൻ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ എപ്പോൾ ടെൻഷൻ വന്നാലും ഞാൻ മാതാവിനെ ആലോചിച്ചുകൊണ്ട് എപ്പോൾ എന്ത് ചെയ്താലും അതെല്ലാം നന്നായി മാത്രമേ എനിക്ക് ലഭിക്കാറുള്ളൂ. എന്ത് കാര്യത്തിലും ഒരു തടസ്സം വന്നാൽ അപ്പം ഞാൻ മാതാവിനെ ഒന്ന് വിളിച്ചാൽ ആ തടസ്സങ്ങൾ എനിക്ക് അപ്പം തന്നെ മാറിപ്പോവാറുണ്ട്. അമ്മ മാതാവ് വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകൾക്കും ലഭിച്ച നിരവധി അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിന് 1000 നന്ദി. അമൃതയുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും അമ്മ മാതാവിൻ്റെ വലിയ സംരക്ഷണത്തെയും സ്നേഹത്തെയും മകള് ലോകത്തിന് മുമ്പിൽ ഇന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നാം ആ സാക്ഷ്യം സശ്രദ്ധം ശ്രവിക്കുമ്പോൾ നമുക്കറിയാം ഉടമ്പടി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഉടമ്പടിയിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്. അത് ഓരോ ദിനവും വളരുന്ന ഒരു പ്രാർത്ഥനയാണ്, ഓരോ ദിനവും വളരുന്ന വിശ്വസ്തതയുടെ ജീവിതവുമാണ്. മകളുടെ ആ OET എക്സാം എഴുതുന്ന നാൾ മുതൽ അത് എങ്ങനെ ജയിക്കുമെന്ന് ആശങ്കപ്പെട്ട നാളുകളിലൊക്കെയും വളരെ സമാധാനത്തോടു കൂടി അവൾ പറയുന്നുണ്ട്, പഠിക്കുന്നതിനേക്കാൾ ഉപരി പ്രാർത്ഥിക്കുന്നതിന് ഞാൻ സമയം കൊടുക്കുകയും അതിലല്പം പോലും വീഴ്ച വരാതെ സൂക്ഷിക്കുകയും ചെയ്തുവെന്ന്. അതാണ് വിശ്വസ്തത എന്ന് പറയുക. ഉടമ്പടിയിൽ എന്താണോ കേട്ടത്, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ജീവിക്കണമെന്നാണോ നമ്മളെ അറിയിച്ചത്, ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളോടും പൂർണ്ണമായി മനസ്സ് ചേർത്തുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഏറ്റവും ചെറിയൊരു പ്രവൃത്തി പോലും എനിക്ക് ദൈവാനുഗ്രഹത്തിന് കാരണമാകുമെന്ന പ്രത്യാശയോടുകൂടി ഓരോ നിമിഷവും ജീവിക്കുവാൻ കാണിക്കുന്ന സന്മനസ്, അത് മകളുടെ സാക്ഷി ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും അവൾ പറയുമ്പോൾ അത് നിലനിർത്തിയാണ് പറയുക. ചിലപ്പോൾ ആശങ്കപ്പെടാറുണ്ട്, ചിലപ്പോൾ സങ്കടപ്പെടാറുണ്ട്, ചിലപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്ന് സംശയിക്കാറുണ്ട്. എങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ ഉടമ്പടിയിൽ അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി സഹായിക്കും, അമ്മ ഇതെനിക്ക് വേണ്ടി നേടിത്തരും, അമ്മ ഈ ഇൻ്റർവ്യൂ 1000 പേരിൽ നിന്ന് 150 പേരിലേക്ക് ചുരുക്കിയെടുക്കുമ്പോൾ അതിൽ എന്നെ ഒരാളാക്കും, അമ്മ ഈ 4 മാസത്തിനുള്ളിൽ സെപ്റ്റംബറിൽ വിദേശത്ത് പോകുവാൻ വേണ്ടുന്ന ക്രമീകരണം എനിക്ക് ചെയ്തു തരും, അമ്മ എൻ്റെ സഹോദരിക്ക് OETയുടെ പരീക്ഷ വിജയിക്കുവാനുള്ള എല്ലാ കാര്യവും എൻ്റെ പ്രാർത്ഥനയിലൂടെ നൽകും
ഇതാണ് ഒരാൾക്ക് വിശ്വാസം കൈമാറുന്നതിന് സഹായിക്കുവാനാവുന്നത്. ഞാൻ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തെയും ഞാൻ ശരണപ്പെടുന്ന എൻ്റെ അമ്മ മാതാവിനെയും സന്തോഷത്തോടും സ്നേഹത്തോടും സത്യമായും മറ്റുള്ളവർക്ക് പ്രഘോഷിക്കുവാൻ കാണിക്കുന്ന ഒരു ധൈര്യം, അത് ഈ മകളുടെ ഉടമ്പടി ജീവിതത്തിൽ നന്നായി അവൾ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമ്മയ്ക്കുണ്ടായ രോഗാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. 12 വർഷം മുമ്പ് ഒരു ECG വന്ന വേരിയേഷൻ, പിന്നെ അടുത്ത കാലത്ത് രോഗം കണ്ടതുകൊണ്ട് ആശുപത്രിയിൽ പോവുകയും ആൻജിയോഗ്രാമിലേക്കും മറ്റ് ചികിത്സകളിലേക്കും പോകണമെന്ന് പറഞ്ഞ് അടുത്ത ദിവസം അതിനുവേണ്ടി വീട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നു. വീട്ടിൽ വന്ന് ഹൃദയഭാഗത്ത് തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ടെസ്റ്റിന് വേണ്ടി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒന്നുമില്ലാതെ, ഒന്നും നാളിതുവരെ സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഒരു നൂതനമായ ഹൃദയമുള്ള ഒരമ്മയായി മകൾക്ക് അമ്മയെ തിരികെ കിട്ടുന്നതിനെക്കുറിച്ചും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന നമുക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നു തരും. കണ്ണീരോടുകൂടി ദൈവസന്നിധിയിലുള്ള ശരണപ്പെടൽ ഏത് വലിയ ക്ലേശത്തെയും പൂർണ്ണമായി നമുക്ക് മാറ്റിത്തരും. പ്രത്യാശയോടുകൂടി ജീവിതത്തെ അമ്മ മാതാവിന് സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് ദൈവകരങ്ങളിലേക്ക് അത് എടുത്തു കൊടുത്തുകൊണ്ട് നാം ആഗ്രഹിക്കുന്ന നന്മകളിലേക്ക് നമ്മളെ എടുത്തുയർത്തുക തന്നെ ചെയ്യും. ഈ പ്രത്യാശയും പ്രഖ്യാപനവുമാണ് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട്, അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തി കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.